ഹായ് ഹലോ നമസ്കാരം, ഞാൻ വിപിൻ രാജ്. എല്ലാവർക്കും പച്ചവെള്ളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പച്ചവെള്ളത്തില് നമ്മൾ മാത്സിന്റെ യൂട്യൂബ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. മാത്സുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മാത്സ് പേടിയായിട്ട് മാത്സ് എനിക്ക് ചെയ്യാൻ പറ്റുമോ, മാത്സിന്റെ ഉത്തരം ഞാൻ ചെയ്താൽ കിട്ടുമോ, അങ്ങനെ ടെൻഷൻ അടിച്ച് മാത്സ് തൊടാതെ ഇരിക്കുന്ന കുറേ അധികം കൂട്ടുകാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ മാത്സിനെ കുറിച്ച്, അതായത് എന്താണ് അക്കാഡമിക്കലി മാത്സ് കുറേ അധികം പുറകിൽ നിൽക്കുന്നവരും അല്ലെങ്കിൽ മാത്സിനെ കുറിച്ച് ഒരുപാട് ആശങ്കയുള്ളവരും മാത്സ് പേടിയായിട്ട് മാർക്ക് നഷ്ടപ്പെടുന്നവരുമായിട്ടുള്ള ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മാത്സിനെ കുറിച്ച് പൊതുവായ ധാരണയൊന്നും വേണ്ട. അത്യാവശ്യം കൂട്ടാനും കുറയ്ക്കാനും ഉള്ള കഴിവുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത്തരത്തിൽ 2024 തന്നെ കേരള PSC ചോദിച്ചിട്ടുള്ള പല ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ മാത്സ് മെന്റൽ എബിലിറ്റി ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ചോദ്യങ്ങളുടെ എല്ലാ സവിശേഷത ചോദ്യത്തിന്റെ ഒരു അർത്ഥം മനസ്സിലാക്കി കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ ചോദ്യം ഒന്ന് വായിച്ചു കഴിയുമ്പോഴത്തേക്കും ഉത്തരം നിങ്ങളുടെ കയ്യിലുണ്ടാവും. അപ്പൊ ആ രീതിയിലാണ് ചോദ്യങ്ങൾ ഉള്ളത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു 10 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഓക്കെ ആണോ, അത് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇനിയും നിങ്ങൾക്ക് ആവശ്യമുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക. അപ്പൊ അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ബാക്കി നമുക്ക് ചെയ്യേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഇനിയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ, അത്തരം കാര്യങ്ങൾ നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ റെസ്പോൺസ് ആണ് ഞാൻ ആദ്യം നോക്കുന്നത്. അപ്പൊ ആ റെസ്പോൺസ് ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി വേറെ വേറെ ക്ലാസ്സുകൾ ചെയ്തു തരാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം, അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും കേട്ടോ. അപ്പൊ നമ്മളൊരു 10 ചോദ്യങ്ങൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഈ ചോദ്യങ്ങളുടെ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ചോദ്യം വായിച്ചു തീരുമ്പോൾ ഉത്തരം റെഡി ആയിരിക്കും. അതിൽ ആദ്യത്തെ ചോദ്യം ഇതാണ്: 2/7 അല്ലെങ്കിൽ 7ൽ 2 എത്ര കൂട്ടിയാൽ 1 കിട്ടും? 2/7 എന്ന് പറയുന്ന സംഖ്യയോട് നമ്മൾ എന്ത് കൂട്ടിയാൽ 1 കിട്ടും എന്നാണ് അല്ലെ. അപ്പൊ സിമ്പിൾ ആണ്. ഈ ചോദ്യത്തിനകത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 2/7 എന്ന് പറയുന്ന ഒരു ഭിന്നസംഖ്യയുണ്ട്. ഈ ഭിന്നസംഖ്യയോട് നമ്മൾ എത്ര കൂട്ടിയാലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, 1ലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നത് എന്നാണ്. അപ്പൊ അതെങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത്തരത്തിലൊരു ഭിന്നസംഖ്യ നിങ്ങളുടെ മുന്നിലേക്ക് തന്നിട്ട് നിങ്ങളോട് അതിനോട് എന്ത് കൂട്ടിയാൽ 1 കിട്ടും എന്ന് ചോദിച്ചാൽ നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യേണ്ട കാര്യം, അവിടുത്തെ ആ ഭിന്നസംഖ്യ ഇല്ലേ, നമ്മുടെ ഭിന്നസംഖ്യ ആരാ, 2/7 അല്ലെ, 2/7 ആണ്. ആ ഛേദസംഖ്യ അതുപോലെ അങ്ങ് എടുത്തെഴുതുക. ഛേദസംഖ്യ അതുപോലെ അങ്ങ് എടുത്തെഴുതുക. ഇനി നമുക്ക് തന്നിട്ടുള്ള ഭിന്നസംഖ്യയുടെ അംശവും ഛേദവും തമ്മിൽ കുറയ്ക്കുക. ഛേദത്തിൽ നിന്ന് അംശം കുറയ്ക്കുക. എത്ര കിട്ടൂടാ, 5. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതിന്റെ ഉത്തരം കഴിഞ്ഞു. 5/7 എന്നുള്ളതാണ് ഇവിടുത്തെ ഉത്തരം. ഇതിനകത്ത് വേറെ ഒന്നും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഈസി ആയിട്ട് കിട്ടിയില്ലേ? ഓക്കെ. ഇത് എങ്ങനെ വരും എന്ന് ചോദിച്ചാൽ നമ്മൾ സിമ്പിൾ ആയിട്ട് ആലോചിച്ച് നോക്കിയാൽ മതിയടാ. 2/7 അതുപോലെ 5/7 അല്ലേടാ മക്കളെ. ഇവരെ കൂട്ടി നോക്കിയേ. 2/7 5/7 കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 7/7 എന്നാണ് അല്ലേ. 7/7 എന്ന് വെച്ചാൽ 1 അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ആലോചിക്കുക, 2/7 എന്ത് കൂട്ടിയാൽ 1 കിട്ടും എന്നറിയാൻ സിമ്പിൾ ആണ്. ഛേദസംഖ്യ, നിലവിലുള്ള ഛേദസംഖ്യ അതുപോലെ എഴുതുക. എന്നിട്ട് ഛേദത്തിൽ നിന്ന് അംശത്തെ കുറച്ചെഴുതുക. വേറൊന്നും നോക്കാനില്ല. ഇതാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. എന്താണ് കിട്ടിയത്? 2/7 എത്ര കൂട്ടിയാൽ 1 കിട്ടുമെന്നറിയാൻ 7 അതുപോലെ എഴുതുക. 7ൽ നിന്ന് നമ്മുടെ 2നെ കുറച്ചെഴുതുക. അപ്പൊ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്താ? അവിടുത്തെ ഉത്തരം 5/7 എന്നാണ്. സെറ്റായില്ലേ? എല്ലാവർക്കും ചെയ്യാൻ പറ്റിയില്ലേ? അതുപോലെ മറ്റൊരു ചോദ്യം, 122 × 41. 122നോട് 41 ഗുണിച്ചാൽ എന്ത് കിട്ടും? 5002 എന്ന് കിട്ടും. ആയാൽ 1.22നോട് 41 ഗുണിച്ചാൽ എന്ത് കിട്ടും? സിമ്പിൾ ആണ് ചോദ്യം. ഇവിടെ നമുക്കറിയാം 122നെ 41 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന നമ്പർ 5002 ആണ്. ഇവിടെ 1.22നോട് 41 ഗുണിച്ചാൽ എന്ത് കിട്ടും? വേറെ ഒന്നും ഇല്ലടാ, നമ്പർ ഇത് തന്നെയാണ്. ഏതാ? 5002 തന്നെ എടുത്തെഴുതുക. ഇനി നിങ്ങൾ നോക്കേണ്ട, നേരത്തെ നമ്മൾ എഴുതിയതും ഇപ്പൊ എഴുതിയതും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. എന്താ അറിയോ? ഇതിലൊരു 2 ദശാംശ സ്ഥാനം വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആൻസർ എഴുതുമ്പോഴും ആ 2 ദശാംശ സ്ഥാനം കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ 122നെ 41 കൊണ്ട് ഗുണിച്ചാൽ 5002 എന്ന് കിട്ടും അല്ലെ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് കണ്ടോ, ഈ സംഖ്യകളുടെ ഗുണനഫലം എന്തായാലും 5002. ഇതിൽ എത്ര ദശാംശം വരുന്നുണ്ട്? 2 എണ്ണം വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഉത്തരം എഴുതുമ്പോൾ ആ സംഖ്യ അതുപോലെ തന്നെ എഴുതിക്കോ. പക്ഷെ അതിൽ
ഒരു 2 ദശാംശ സ്ഥാനം കൊടുക്കുക, വേറെ ഒന്നും ചെയ്യാനില്ല. സിമ്പിൾ ആയിട്ട് ഉത്തരം കിട്ടും. കണ്ടോ? അപ്പൊ കണ്ണടച്ച് തുറക്കുമ്പോൾ ഉത്തരം കിട്ടും എന്ന് പറയുന്ന പോലെ ചോദ്യം വായിച്ചു തീരുമ്പോൾ നമ്മുടെ ഉത്തരം റെഡിയാ. ശരിയല്ലേ? അപ്പൊ ആൻസർ ക്ലിയർ ആയോ? ഇതെല്ലാം നമുക്ക് ഈ ഒരു സീസണിൽ അല്ലെങ്കിൽ 2024 അവസാനത്തിൽ കേരള PSC 10th ലെവൽ പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങളാണ്. അടുത്ത ചോദ്യം, 5 അക്കങ്ങളുള്ള സംഖ്യകൾ എത്ര എണ്ണം? 5 അക്കങ്ങളുള്ള സംഖ്യകളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഒരക്കമുള്ള സംഖ്യകൾ എത്ര എണ്ണമാണ്? ഒരക്കമുള്ള എണ്ണൽ സംഖ്യകൾ എത്ര എണ്ണം എന്ന് വെച്ചാൽ 9. ഒരക്കമുള്ള എണ്ണൽ സംഖ്യകൾ 9. എന്നാൽ ഒരക്ക സംഖ്യകൾ എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ 10 പറയാറുണ്ട്. അതിനകത്ത് ആരെയും കൂടെ ചേർത്തിട്ടാ പറയാ, 0 കൂടി ചേർത്തിട്ടാണ് പറയാ. എന്നാൽ രണ്ടക്ക സംഖ്യകൾ എത്ര എണ്ണം എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാടാ? 90 എന്ന് പറയും കേട്ടോ. രണ്ടക്ക സംഖ്യകൾ എന്ന് വെച്ചാൽ 10 മുതൽ 99 വരെ എത്ര പേരാ? 90 പേര് അല്ലെ. മൂന്നക്ക സംഖ്യകൾ എത്ര പേരാന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാം? 900 എന്ന് പറയാം. എന്ന് വെച്ചാൽ എന്താണ്? ആ മൂന്നക്ക സംഖ്യകൾ 100-ൽ തുടങ്ങും, 999-ൽ തീരും അല്ലെ. അപ്പൊ നാലക്ക സംഖ്യകൾ എത്ര പേര് എന്ന് വെച്ചാൽ 900 അല്ലെ, 9000. നമ്മളോട് ചോദിച്ചിരിക്കുന്ന 5 അക്കമുള്ള സംഖ്യകൾ. അപ്പൊ അവിടെ വേറെ ഒന്നും നോക്കാനില്ല. 5 അക്കമുള്ള സംഖ്യകൾ എഴുതാൻ ഒരു 9 അങ്ങോട്ട് എഴുതുക. എത്ര 0? ഒരു 3 0 മതിയോ? പോരാ, 4 0 ഇടണം. കാരണം 5 അക്ക സംഖ്യകളല്ലേ. രണ്ടക്ക സംഖ്യകൾക്ക് നമ്മൾ 2 അക്കങ്ങൾ എന്ന് വെച്ചാൽ ഒരു 9 ഒരു 0. മൂന്നക്ക സംഖ്യകൾക്ക് ഒരു 9 2 0. നാലക്ക സംഖ്യകൾക്ക് ഒരു 9 3 0. അങ്ങനെയാണെങ്കിൽ 5 അക്ക സംഖ്യകൾ വരുമ്പോ ഒരു 9-ഉം എത്ര 0 കൊടുക്കുക? 4 0 കൊടുക്കുക. അങ്ങനെ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 90000 എന്നാണ്. അപ്പൊ 5 അക്ക സംഖ്യകളുടെ എണ്ണം കണ്ടോ? ഓർത്തിരിക്കണേ, ഒരക്ക എണ്ണൽ സംഖ്യകൾ 9 എണ്ണം. ഒരക്ക സംഖ്യകൾ ആരാന്ന് വെച്ചാൽ 10 എണ്ണം കേട്ടോ. അല്ലെങ്കിൽ എത്രയാന്ന് വെച്ചാൽ 10 എണ്ണം. രണ്ടക്ക സംഖ്യകൾ 90, മൂന്നക്ക സംഖ്യകൾ 900, നാലക്ക സംഖ്യകൾ 9000, അഞ്ചക്ക സംഖ്യകൾ 90000. ഇത്രേ ഉള്ളൂ കേട്ടാ. അപ്പൊ അതിന്റെ ഉത്തരം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കണ്ടോ? പക്ഷെ നമുക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണ ഇല്ല എങ്കിൽ ഇത് തെറ്റാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ 89,999 ഒക്കെ എഴുതി നിർത്തും. അടുത്ത മറ്റൊരു ചോദ്യം ഡിസ്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലെ, ലാഭവും നഷ്ടവും എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുണ്ട്. ആ ഭാഗത്തു നിന്നുള്ളൊരു ചോദ്യമാണ്. 3 പേനകൾ വാങ്ങുമ്പോൾ, 3 പേന വാങ്ങുമ്പോൾ ഒരെണ്ണം സൗജന്യമായി കിട്ടും എങ്കിൽ ഡിസ്കൗണ്ട് എത്ര ശതമാനം? അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം കാണുമ്പോൾ നമുക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ടോ? അതിനകത്ത് ഓപ്ഷൻസ് കാണുമ്പോൾ പിന്നെയും ടെൻഷൻ ആവും അല്ലേ. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം ഡിസ്കൗണ്ട് കണ്ടെത്താനായിട്ട് പറയുകയാണെങ്കിൽ വാങ്ങിയത് എത്ര? 3 പേനകൾ വാങ്ങി, അതിൽ ഒരെണ്ണം സൗജന്യം. നമ്മൾ എത്ര എണ്ണം വീട്ടിൽ കൊണ്ടുപോയെന്ന് മാത്രം ആലോചിക്കുക. എത്ര എണ്ണം വീട്ടിൽ കൊണ്ടുപോയടാ? 4 എണ്ണം വീട്ടിൽ കൊണ്ടുപോയി അല്ലേ. ഈ 4 എണ്ണം നമ്മൾ വാങ്ങിയതാ അല്ലെ. ഈ 4 എണ്ണത്തിൽ ഒരെണ്ണം ഫ്രീയാ. മനസ്സിലായോ? മൊത്തം പർച്ചേസ് 4, ഇതിൽ ഒരെണ്ണം ഫ്രീ. അപ്പൊ ഇതിന്റെ ഡിസ്കൗണ്ട് എത്രയാണെന്നറിയാൻ ഇതിന്റെ ശതമാനം കാണാൻ ഒരു 100 കൊണ്ട് ഗുണിക്കാം. മൊത്തം പർച്ചേസ് എത്രയാന്ന് നോക്കുക, അത് അതുപോലെ എഴുതുക. അതിൽ എത്ര ഫ്രീ സൗജന്യം അത് മുകളിൽ എഴുതുക, ഇൻറ്റു 100. ഇനി വേറൊന്നുമില്ല, 100നെ 4 കൊണ്ട് ഹരിക്കാം. 100നെ 4 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്നത് 25%. പരിപാടി കഴിഞ്ഞു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ചെയ്ത കാര്യം എന്താന്ന് നോക്കുക. എത്ര പേന വാങ്ങിയിട്ടുണ്ട്? 3 പേനകൾ വാങ്ങിയപ്പോൾ ഒരെണ്ണം സൗജന്യം കിട്ടി. അപ്പൊ ടോട്ടൽ പർച്ചേസ് 4 എന്നെടുത്തു. 4-ൽ ഒരെണ്ണമാണ് ഫ്രീ. അപ്പൊ 4-ൽ ഒരെണ്ണം ഫ്രീ ആണെങ്കിൽ അത് എത്ര ശതമാനം എന്നറിയാൻ ഈ 4-നെയും ഈ 100-നെയും കൂടെ ക്യാൻസൽ ചെയ്യാം. എത്ര കിട്ടൂടാ? 25. അതുകൊണ്ട് നമുക്ക് പറയാടാ 25%. ഇതിന് ടെക്നിക്ക് മാത്രം പഠിച്ചു വെച്ചാൽ മതി. വേറെ കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ നമുക്ക് നോക്കാനില്ല. ഓക്കെ ആയോ? കുഴപ്പമില്ലാതെ കിട്ടിയില്ലേ? യെസ്. അപ്പൊ ഇത് ഉറപ്പിക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പൊ 3 പേന വാങ്ങുമ്പോൾ ഒരെണ്ണം സൗജന്യം. അപ്പൊ എത്ര എണ്ണം പർച്ചേസ്? 4 എണ്ണം പർച്ചേസ്, ഒരെണ്ണം ഫ്രീ ആയിട്ടുണ്ട് ആണല്ലോ. അപ്പൊ മറ്റൊരു ചോദ്യം, അനില ഒരു വരിയിൽ പിന്നിൽ നിന്നും 15-മതും മുന്നിൽ നിന്ന് 16-മതും ആണെങ്കിൽ ആ വരിയിൽ ആകെ എത്ര ആളുകളുണ്ട് അല്ലെ. അപ്പോ അനില ഒരു വരിയിലാണ്. ഇത് മെന്റൽ എബിലിറ്റി പാർട്ടിൽ വരിയും നിരയും അല്ലെങ്കിൽ സ്ഥാന നിർണയം എന്നൊക്കെ പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പൊ ഒരു വരിയിൽ തന്നെ ഒരാള് മുന്നിൽ നിന്നും പിന്നിൽ നിന്നുമുള്ള നമ്പർ നമുക്കറിയാം. പിന്നിൽ നിന്ന് 15-ഉം മുന്നിൽ നിന്ന് 16-ഉമാണ്. അങ്ങനെയാണെങ്കിൽ ആകെ അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ എത്ര പേരുണ്ട് എന്നറിയാനാണ്. വേറൊന്നുമില്ല, ഇവിടെയുള്ള 15-ഉം ഈ കാണുന്ന 16-ഉം തമ്മിൽ അങ്ങ് കൂട്ടുക. മുന്നിൽ നിന്നും പിന്നിൽ നിന്നുമുള്ള നമ്പേഴ്സ് തമ്മിൽ കൂട്ടിയ ശേഷം ഇവിടെ നിന്ന് 1 കുറയ്ക്കുക. വേറൊന്നുമില്ല. 15-ഉം 16-ഉം തമ്മിൽ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന 31. 31-ൽ നിന്ന് 1 പോയാൽ നമ്മുടെ ഉത്തരം 30. അപ്പൊ വരികളിൽ അല്ലെങ്കിൽ ആ വരിയിലെ ആളുകളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ 30 എന്ന് പറയാം. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് തന്നിരിക്കുന്ന സംഖ്യകൾ ആരൊക്കെയാണ്? മുന്നിൽ നിന്നും പിന്നിൽ നിന്നുള്ള നമ്പേഴ്സ് ഉണ്ട്. പിന്നിൽ നിന്ന് 15, മുന്നിൽ നിന്ന് 16. അപ്പൊ 15-ഉം 16-ഉം തമ്മിൽ നമ്മൾ കൂട്ടുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു?
1 കുറച്ചെഴുതുന്നു. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എവിടെ എത്തിച്ചേർന്നത്? 30 എന്ന് പറയുന്ന ആൻസറിലേക്ക് എത്തിച്ചേർന്നത്. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത മറ്റൊരു ചോദ്യം അല്ലോ. ഈ ചോദ്യങ്ങളെല്ലാം നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കുന്നുണ്ട് അല്ലേ? അപ്പൊ അതിലുള്ള ഒരു ചോദ്യമാണ്, അതേ മാതൃകയിൽ ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. 10ന്റെ സ്ക്വയർ 10 സ്ക്വയർ ഈസ് ടു 100. അങ്ങനെയാണെങ്കിൽ 100 സ്ക്വയർ ഈസ് ടു അല്ലേ? ഇത് ശരിക്കും ഈസ് ടു എന്നുള്ള രീതിയിൽ എടുക്കേണ്ടതല്ല. ഇതെന്താണ്? ഇത് ശരിക്കും റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ അല്ല. നമ്മുടെ മെന്റൽ എബിലിറ്റി പാർട്ടിലെ അനലോഗി അഥവാ സമാന ബന്ധങ്ങൾ എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. ആ ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. അതായത് 10ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? 100 ആണ് അല്ലെ? അതെല്ലാവർക്കും അറിയുന്ന. അങ്ങനെയാണെങ്കിൽ 100ന്റെ സ്ക്വയർ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനിപ്പോ ആരെങ്കിലും പറഞ്ഞു തരണോ? നമുക്കറിയില്ലേ. 100ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? 2 100 ചേരുന്നതല്ലേ? അപ്പൊ അതിനെ എന്ത് വിളിക്കാം? 2 100 ചേർന്നാൽ നമുക്ക് കിട്ടുന്ന നമ്പർ 10,000 എന്നല്ല അല്ലെ? 100നെ 100 കൊണ്ട് ഗുണിച്ചെഴുതിയാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 10,000. ഇത്രയേ ഉള്ളൂ കാര്യം. കണ്ടോ? സിമ്പിൾ ആയിട്ട് ഉത്തരം പോകുന്നുണ്ടോ? ഇത്തരം ചോദ്യങ്ങളാണ് കൂടുതലായിട്ടും നമ്മുടെ പരീക്ഷകളിലുള്ളത്. ഇപ്പോൾ 20 ചോദ്യങ്ങളുള്ള ഒരു പരീക്ഷയാണ്, അല്ലെങ്കിൽ 10 ചോദ്യങ്ങളുള്ള ഒരു പരീക്ഷയാണ്. ഇതിൽ 7 ചോദ്യങ്ങളും അല്ലെങ്കിൽ 20 ചോദ്യങ്ങളിൽ 15 ചോദ്യങ്ങളും എളുപ്പമുള്ളതായിരിക്കും. ബാക്കിയുള്ള വളരെ മൈനോരിറ്റി, ഇപ്പൊ 3 ചോദ്യങ്ങൾ 10ൽ 3, 20ൽ 5 ടഫ് ആയിരിക്കും. നമ്മൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണ്ട. നമുക്ക് ഇതുപോലെ കിട്ടുന്ന സിമ്പിൾ ചോദ്യങ്ങൾ എവിടെയാണ് അത് കൃത്യമായി നോക്കി അതിന്റെ ഉത്തരം എഴുതിയാൽ അതിന്റെ മാർക്ക് നമ്മുടെ കയ്യിലിരിക്കും അല്ലെ? മറ്റൊരു ചോദ്യമാണ് 36 സ്ക്വയർ. 36 സ്ക്വയർ ഡിവൈഡഡ് ബൈ 6 സ്ക്വയർ എത്ര? സിമ്പിൾ അല്ലേടാ മക്കളെ? ഇത് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടോ? 36ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ ആരാ? 36ന്റെ സ്ക്വയർ നിങ്ങൾ കണ്ടുപിടിക്കണ്ട. 36 ഇൻറ്റു 36 എന്ന് തന്നെ എഴുതിക്കോ. ഓക്കെ. 6ന്റെ സ്ക്വയർ എന്താണെന്ന് നമുക്കറിയാമല്ലോ. 6ന്റെ സ്ക്വയർ എത്രയാ? 36. അപ്പൊ ഈ 36ഉം ഈ 36ഉം ക്യാൻസൽ ആയി. പിന്നെ വരുന്ന ആരേ ഉള്ളൂ? 36 മാത്രമേ ഉള്ളൂ. സോ നമ്മുടെ ആൻസർ 36. പിടികിട്ടി എന്ന് വിചാരിക്കട്ടെ. അപ്പൊ 36ന്റെ സ്ക്വയറിനെ അല്ലെ 6ന്റെ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ 36ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ ആരാ? 36 ഇൻറ്റു 36 ആണ് അല്ലെ? ഇതിനെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്ന? 6ന്റെ സ്ക്വയർ. 6ന്റെ സ്ക്വയർ 36 അല്ലേ? അപ്പൊ 36 36 ക്യാൻസലായി. ഇനി ആര് മാത്രമേ ഉള്ളൂ? 36 മാത്രമേ ഉള്ളൂ. സിമ്പിൾ അല്ലെ? അതുപോലെ മറ്റൊരു ചോദ്യം. 52 km/h വേഗതയുള്ള ഒരു ബസ്സിൽ 6 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം യാത്ര ചെയ്യാൻ പറ്റും? ഈ വേഗതയും സമയവും ഒക്കെ കാണുമ്പോൾ തന്നെ ഓടുന്ന ആൾക്കാരുണ്ടാവും അല്ലെ? ഓരോ ഓട്ടത്തിന്റെ ആവശ്യമില്ല, സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഇവിടുത്തെ വേഗത 52 km/h എന്ന് വെച്ചാൽ 1 മണിക്കൂറിൽ 52 കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു വാഹനം. ഇതിൽ 6 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം? ഇത് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? 1 മണിക്കൂറിൽ 52 ആണെങ്കിൽ 2 മണിക്കൂറിൽ 52 ഇൻറ്റു 2, 3 മണിക്കൂറിൽ 52 ഇൻറ്റു 3. ഇവിടെ നമുക്ക് 6 മണിക്കൂർ ഉള്ളത് കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഇത്രേ ഉള്ളൂ, 52 ഇൻറ്റു 6 ഇങ്ങനെ ചെയ്യാം. 50 ഇൻറ്റു 6 300, 2 ഇൻറ്റു 6 12. അതുകൊണ്ട് തന്നെ 312 എന്ന് പറയാം. എത്ര ദൂരം സഞ്ചരിക്കാം? 312. ഇത് ഗുണിച്ചെഴുതാനാണെന്ന് അറിയാത്ത ഏതെങ്കിലും മനുഷ്യരുണ്ടോ? നിങ്ങളിൽ ഭൂരിഭാഗം പേർക്കും അറിയുന്നതാ. പക്ഷെ നമ്മളിത് ശരിയാണോ, ഇത്രയും സിമ്പിളായിട്ട് PSC ചോദിക്കോ എന്നൊക്കെ ആലോചിച്ചിട്ട് ടെൻഷനായിട്ട് ഇത് തൊടാതെ പോകും കേട്ടോ. അപ്പോൾ ഇതല്ല, ഇതിനപ്പുറവും എന്ത് ചെയ്യാറുണ്ട്? PSC ചോദിക്കാറുണ്ട്. അപ്പോൾ 1 മണിക്കൂറിൽ 52 ആണെങ്കിൽ 6 മണിക്കൂറിൽ എത്ര എന്നറിയാൻ 52നെ നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് 6 കൊണ്ട് ഗുണിക്കണം. 50 ഇൻറ്റു 6, 50നെ 6 കൊണ്ട് ഗുണിച്ചാൽ 300, 2 ഇൻറ്റു 6 12. അപ്പൊ നമുക്ക് എന്ത് പറയാം? 312 കിലോമീറ്റർ എന്ന സിമ്പിൾ ആയിട്ട് ഉത്തരം പറയാം. എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ലേ? പറ്റി. അടുത്ത ഒരു ചോദ്യം ഒരു ശ്രേണിയാണ്. ഒരു ശ്രേണിയിൽ തൊട്ടടുത്ത പദം കണ്ടെത്തുക എന്നുള്ളതാണ്. 0 1 1 2 3 5 8 ഡാഷ് തൊട്ടടുത്ത നമ്പർ ഏത് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഒരു ശ്രേണി നോക്ക്. 0 1 0 1 ചേർന്നാൽ എന്ത് തന്നെ വരൂ? 1 തന്നെ വന്നു. പിന്നെ 1 1 വന്നു. 1 1 ചേർന്നാൽ എന്ത് വന്നു? 2 വന്നു. പിന്നെ ഈ 1ഉം 2ഉം ചേർന്നു. അപ്പൊ എന്ത് വന്നു? 3 വന്നു. പിന്നെ ഈ 2ഉം 3ഉം ചേർന്നു. എന്ത് വന്നടാ? 5 വന്നു അല്ലെ? പിന്നെ ഈ 3ഉം 5ഉം ചേർന്നു. എന്ത് കിട്ടിയടാ? 8 കിട്ടി. അങ്ങനെയാണെങ്കിൽ അടുത്ത് എന്ത് വരണം പറഞ്ഞോ? 5ഉം 8ഉം ചേരണം. 8ഉം 5ഉം ചേർന്നാൽ എന്ത് കിട്ടും? 13. അപ്പൊ ഈ ശ്രേണിയിലെ തൊട്ടടുത്ത പദം ഏത് എന്ന ചോദ്യത്തിന് 13 എന്ന് നമുക്ക് ഉത്തരം എഴുതാം അല്ലെ? ഈ ശ്രേണിയിലെ ഓരോ പദങ്ങൾ തൊട്ടു മുമ്പത്തെ പദത്തിനോട് കൂട്ടുക എന്നുള്ള രീതിയിലാണ്. 1ഉം 0ഉം ചേർന്ന് 1, 1 1 ചേർന്ന് 2, 1ഉം 2ഉം ചേർന്നു, 2ഉം 3ഉം ചേർന്നു,
3 5 ചേർന്നു, 5 8 ചേർന്ന് 5 8 കൂടെ ചേർന്നിട്ട് നമുക്ക് അവസാനം 13 എന്ന ഉത്തരത്തിലേക്ക് എത്താൻ പറ്റി. സിമ്പിൾ അല്ലേ? എല്ലാവർക്കും കിട്ടിയില്ലേ? യെസ്, ഇത് മെന്റൽ എബിലിറ്റിയിലെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, നമ്മുടെ പരീക്ഷകളിൽ സ്ഥിരമായി നമ്മൾ കാണുന്നതാണ് ശരാശരി, ആവറേജ് എന്ന് പറയും അല്ലെ. ശരാശരിയിലെ ചോദ്യമാണ്, പ്രധാനപ്പെട്ട ഒരു മോഡലാണ്, എപ്പോഴും കാണുന്നതാണ്. ഒരു ക്ലാസ്സിലെ 35 കുട്ടികളുടെ ശരാശരി പ്രായം 11 വയസ്സ് ആണല്ലോ. ടീച്ചറെയും കൂടി ചേർത്തപ്പോൾ ശരാശരി പ്രായം 12 വയസ്സായി മാറി. ഓക്കെ, ടീച്ചർക്ക് എത്ര വയസ്സായി, അല്ലെങ്കിൽ ടീച്ചറുടെ പ്രായം എന്ത് എന്നാണ് ചോദ്യം. ഇപ്പൊ ഒരു ക്ലാസ്സിൽ 35 കുട്ടികളുണ്ട് അല്ലെ. ഈ 35 കുട്ടികൾക്ക് ശരാശരി 11 വയസ്സുണ്ട്. ഇതിൽ ടീച്ചറെയും കൂടെ ചേർക്കുമ്പോൾ അവര് 36 പേരായി മാറി അല്ലെ. അപ്പൊ ശരാശരി എത്രയായിട്ട് മാറി? 12 മാറി അല്ലെ. സാധാരണഗതിയിൽ ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ 35 പേരുടെ ശരാശരി അറിയാം, 36 പേരുടെ ശരാശരി അറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവരുടെ തുക എടുക്കും അല്ലെ. 35 പേരുടെ തുക എടുക്കുക, പിന്നെ 36 പേരുടെ തുക എടുക്കുക, എന്നിട്ട് ഈ തുകകൾ തമ്മിലുള്ള വ്യത്യാസം എടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത് അല്ലെ. പക്ഷേ ഇത്തരം ചോദ്യം വരുമ്പോൾ, ഇപ്പൊ ഈ ഒരു ചോദ്യത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരാളെ കൂടിയിട്ടുള്ളത് അല്ലെ. ടീച്ചർ ഒരാൾ മാത്രമേ എക്സ്ട്രാ വന്നിട്ടുള്ളൂ. അപ്പൊ ശരാശരിയിൽ എത്ര വർധനവുണ്ടായി? 1ന്റെ വർധനവാണ് ഉണ്ടായത്. അതായത് വാല്യൂ, നമ്പേഴ്സ് അല്ലെങ്കിൽ അളവുകളുടെ എണ്ണം 1 കൂടിയപ്പോ ശരാശരിയിൽ 1ന്റെ വർധനവാണ് ഉണ്ടായത് എങ്കിൽ ഇവിടെ നിങ്ങൾ ഇത് ടീച്ചറുടെ പ്രായം കണ്ടെത്താൻ അല്ലെങ്കിൽ പുതിയ അളവ് കണ്ടെത്താൻ ഇത്ര ഒന്നും കഷ്ടപ്പെടേണ്ട കാര്യമില്ല, തുകയുടെ ആവശ്യമില്ല. പകരം ഈ പഴയ എണ്ണമായ 35ഉം പുതിയ ശരാശരിയായ 12ഉം തമ്മിൽ കൂട്ടിയാൽ മതി. 35ഉം 12ഉം തമ്മിൽ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 47 ആണല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ പുതിയ എണ്ണമായ 36ഉം പഴയ ശരാശരിയായ 11ഉം തമ്മിൽ കൂട്ടിയാലും മതി. ഇതെങ്ങനെ കൂട്ടിയാലും നമ്മുടെ ഉത്തരം 47. ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ. അപ്പൊ ഒരു ക്ലാസ്സില് ആദ്യം എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു? 35 കുട്ടികൾ ഉണ്ടായിരുന്നു. ഈ 35 കുട്ടികൾക്ക് എത്രയായിരുന്നു ശരാശരി പ്രായം? 11. ടീച്ചറെ കൂടി ഉൾപ്പെടുത്തിയപ്പോൾ അവർ എത്ര പേരായി? 36 പേരായി. അപ്പൊ ശരാശരി എത്രയാ? 12 ആണല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടുത്തെ വർധനവ്, ഒരാള് വർദ്ധിച്ചപ്പോ ശരാശരി 1 കൂടി. അങ്ങനെയാണെങ്കിൽ പുതുതായി ചേർന്നയാളിന്റെ പ്രായം കണ്ടെത്താൻ പഴയ എണ്ണമായ 35ഉം പുതിയ ശരാശരിയായ 12ഉം ചേർക്കുക. അല്ലെങ്കിൽ പുതിയ എണ്ണമായ 36ഉം അല്ലെ പഴയ ശരാശരിയായ 11ഉം ചേർക്കുക. ഇതിലാരെ ചേർത്തെഴുതിയാലും നമ്മുടെ ഉത്തരം 47, 47 എന്നായിരിക്കും. അപ്പൊ ടീച്ചർക്ക് എത്ര വയസ്സായി? 47. സിമ്പിൾ അല്ലേ? ഇത്തരത്തിൽ സിമ്പിളായിട്ടുള്ള 10 ചോദ്യങ്ങളാണ് നിങ്ങൾ ഇപ്പൊ പരിചയപ്പെട്ടത്. ഓക്കെ ആണോ? അപ്പൊ ഇതുപോലത്തെ ചോദ്യങ്ങൾ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു സീരീസ് ആണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആണോ എന്നുള്ളത് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക. നിങ്ങളുടെ റെസ്പോൺസിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇത് തുടരാം, അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും തരത്തിലുള്ള സീരീസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക, കൃത്യമായി നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. പിന്നെ പച്ചവെള്ളത്തിൽ നമ്മുടെ കേരള PSCയുടെ എല്ലാത്തരം പരീക്ഷകൾക്കും ഉള്ള കോഴ്സസ് അവൈലബിൾ ആണ്. അതിനകത്ത് 10th ലെവൽ, 12th ലെവൽ, അതുപോലെ ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ കോഴ്സസ് എല്ലാം റണ്ണിങ് ആണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് നമുക്ക് ഈ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ജസ്റ്റ് വിളിച്ചാൽ മതിയാകും കേട്ടോ. അതുകൂടാതെ തന്നെ RRB ഗ്രൂപ്പ് ഡിയുടെ കോഴ്സ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.